നമസ്കാരം, ഇലക്ട്രോപോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ ആണ് ഞങ്ങളുടെ പ്രോത്സാഹനമായിട്ട് എടുക്കുക, ഞങ്ങളൊരു ഫീഡ്ബാക്കായിട്ട് എടുക്കുന്നതാണ്. അതിനെ ബേസ് ചെയ്തിട്ട് പരമാവധി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഡിജിറ്റൽ ആംപ്ലിഫയർ, നമ്മുടെ റിമോട്ട് കിറ്റ് വെച്ചിട്ടുള്ള ഡിജിറ്റൽ ആംപ്ലിഫയറിൻ്റെ ഇത് നല്ലൊരു ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയും തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അടുത്തൊരു സീരീസ് ഓഫ് വീഡിയോയിൽ നമ്മൾ ഇപ്രാവശ്യം പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4.1 ആംപ്ലിഫയറാണ്. 4.1 ആംപ്ലിഫയറുകൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ നീഡ് അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതൊരു 5.1 ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ചാനലിന് ഒരുമാതിരി പവർ വേണം, അതുപോലെ തന്നെ സബ് ഒരു 10 ഇഞ്ച് 8 ഇഞ്ച് വർക്ക് ചെയ്യാൻ പാകത്തിനുള്ള സബ് വേണം എന്നുള്ളൊരു റിക്വയർമെൻറ്റാണ് പുള്ളിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ളൊരു 4.1 ആംപ്ലിഫയറാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് നമുക്ക് വരാം, ഇതിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ അക്രിലിക് പാനലിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു പാനലാണ്. അതിൽ നമ്മൾ രണ്ട് സൈഡിലായിട്ട് രണ്ട് നോബ് കൊടുത്തിട്ടുണ്ട്, രണ്ട് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ലൈറ്റിങ്ങോട് കൂടിയുള്ളൊരു നോബ്, ഇത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ടൈപ്പ് നോബ്സാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു പവർ സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒരു നല്ല ആംപിയർ എടുക്കുന്ന ടൈപ്പ് നല്ലൊരു പവർ സ്വിച്ച്, ഹെവി ആയിട്ടുള്ള പവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാസ്, ട്രബിൾ, സെൻറ്റർ, സറൗണ്ട്. അതിൽ സെൻറ്റർ നമ്മൾ ഡമ്മി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. സറൗണ്ടിൽ റിയർ ചാനൽ നമ്മൾ കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു മാസ്റ്റർ വോളിയം പോലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഫ്രണ്ട് ചാനലിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു സെലക്ടർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, USB-ക്കും അതുപോലെ തന്നെ TV, DVD അങ്ങനെയുള്ളൊരു സെലക്ടർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഇൻപുട്ട് സെലക്ടർ സ്വിച്ചിൻ്റെ സംവിധാനം. അതേപോലെ തന്നെ നമ്മളൊരു USB പാനൽ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലേക്ക് സ്വിച്ചുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പാനലിൽ നമ്മളൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, ഓൾടെക് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇലക്ട്രോബീറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് നമ്മൾ ഈ ഒരു ചാനൽ വഴി ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഓൾടെക് എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് ബ്രാൻഡും കൂടെ നമ്മളിതിലേക്ക് പരിചയപ്പെടുത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് വ്യൂവിലേക്ക് പോകാം. നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് വ്യൂവിലേക്ക് വരാം. ബാക്ക് സൈഡ് വ്യൂവിൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ഇൻപുട്ട് സോക്കറ്റ്, RC സോക്കറ്റ് കാണാം. അതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു TV-ക്ക് വേണ്ടി ഒരു സ്റ്റീരിയോ ഇൻപുട്ട്, ഒരു DVD-ന്ന് കൊടുക്കാവുന്ന രീതിയിലൊരു സ്റ്റീരിയോ ഇൻപുട്ട്, 2 സ്റ്റീരിയോ ഇൻപുട്ട് കൊടുക്കാം. അത് ഫ്രണ്ടിലുള്ള സെലക്ടർ വഴി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സബിന് ഒരു പ്രീ ഔട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ കാണിച്ചിട്ടുള്ള പ്രീ ഔട്ട് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, മാർക്കിങ് ആക്ച്വലി നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ 5.1 ആക്കുന്ന സമയത്ത് 5.1 ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു RC സോക്കറ്റ് ഇടാനുള്ളൊരു പോർഷൻ ഉണ്ട്, നമ്മളിതിവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു ഒരു ഫാൻ ആക്ച്വലി നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ അത് 2 ഫാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 ഇന്നിലുള്ളൊരു സർക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരു FM-ൻ്റെ ആൻറ്റിന വയർ നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ സ്പീക്കർ സോക്കറ്റ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ടൈപ്പ് സ്പീക്കർ സോക്കറ്റ്സുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, റിയർ, അതുപോലെ തന്നെ സബിന് വേണ്ടിയിട്ട് സെൻറ്ററിന് നമ്മളൊരു സോക്കറ്റ് ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭാവിയിലൊരു ബോർഡ് നമ്മൾ കയറ്റുന്ന സമയത്ത് സെൻറ്റർ സോക്കറ്റ് കൊടുക്കാനുള്ള രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു നല്ല രീതിയിലുള്ള ഫ്യൂസ് ഹോൾഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഫ്യൂസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഒരു 3 കോർ വയർ വാങ്ങി അതിലൊരു സോക്കറ്റോട് കൂടി തന്നെയാണ്, പിന്നോട് കൂടി തന്നെയാണ് 3 പിൻ നമ്മൾ പിന്നോട് കൂടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എപ്പോഴും ഇങ്ങനെയുള്ള ആംപ്ലിഫയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഹെവി ആയിട്ടുള്ള ആംപ്ലിഫയേഴ്സ് ആകുമ്പോൾ അതിൻ്റെ അകത്തൊരു 3 പിൻ കൊടുക്കുകയാണ് എപ്പോഴും നല്ലത്. കാരണം അതിൻ്റെ എർത്തിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കും. ഹമ്മിങ് ഒഴിവാക്കാനും ഭാവിയിലുള്ള നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ സംഭവിക്കുകയാണ്, അതിൻ്റെ അകത്ത് ഷോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ എർത്ത് വഴി ഇത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയൊരു ഇത് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ക്യാബിനറ്റ് ആക്ച്വലി കുറച്ചൊരു വലിപ്പമുള്ള ക്യാബിനറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഭാവിയിലേക്കുള്ള ഒരു അപ്ഗ്രേഡിനുള്ള സാധ്യത കണക്കൂട്ടിയിട്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇന്നർ വ്യൂയിലേക്ക് പോകാം, എന്തൊക്കെയാണ് അതിനുള്ളിൽ ചെയ്തിട്ടുള്ളത്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് അത് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്, അതിനനുസരിച്ച്
ഇത് ചെയ്യാന്നുള്ളതാണ്. വളരെയധികം അത്രയും ഭയങ്കര പെർഫെക്റ്റ് എന്ന് പറയാനില്ല, എങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അത് പെർഫെക്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് തുടങ്ങാവുന്നതിൻ്റെ പവർ സപ്ലൈ യൂണിറ്റാണ്. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിൻ്റെ പവർ സപ്ലൈ. നമ്മളിപ്പോൾ അതിൻ്റെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു 8 ആംപിയറിൻ്റെ 12-0-12 ട്രാൻസ്ഫോമർ, പ്ലസ് അതിൽ തന്നെ നമുക്ക് 27-0-27 ഒരു 6 ആംപിയർ കിട്ടുന്ന രീതിയിലും, പിന്നെ ഒരു 10-0-10 സെപ്പറേറ്റ് ഒരു ടാപ്പിംഗ് നമ്മൾ ഫാനിന് അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്, ലൈറ്റിങ് ഫാനിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പവർ സപ്ലൈയുടെ ബോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജിടെക്കിൻ്റെ ബോർഡ് വാങ്ങി അതിൻ്റെ അകത്ത് കമ്പോണൻസ് ഇട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ തന്നെ ഒരുമാതിരി എല്ലാ പവർ സപ്ലൈസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സബ്വൂഫറിൻ്റെ പവർ സപ്ലൈയാണ് ഈ BR1010 ഡയോഡ് ഇട്ടിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 6 ആംപിയറിൻ്റെ ഡയോഡ് നമ്മൾ 4 2 വെച്ച് പാരൽ ചെയ്ത് മാക്സിമം അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ നമ്മളൊരു 0-12 സപ്ലൈ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു 9 വോൾട്ട് സെപ്പറേറ്റ് ഒരു 9 വോൾട്ട് നമുക്ക് ഇതിന് വേണ്ടി റെഗുലേറ്റർ ഇട്ടെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള റെഗുലേറ്റർ കാര്യങ്ങളെല്ലാം ഈ ബോഡി തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമ്മളൊരു 5 വോൾട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല രീതിയിൽ റെഗുലേഷൻ നടക്കുന്ന രീതിയിലുള്ള സർക്യൂട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു കോമൺ ബോർഡിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പീക്കർ നല്ല രീതിയിലുള്ള സ്പീക്കർ സോക്കറ്റാണ്. അതിൻ്റെ ഇന്നർ വ്യൂ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല രീതിയിലുള്ള സ്പീക്കർ സോക്കറ്റ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫാൻ നമ്മൾ നേരത്തെ പറഞ്ഞു, 2 ഫാൻ 3 ഇഞ്ചിൻ്റെ 2 ഫാൻ രണ്ടും ഇന്നിലേക്ക് കിട്ടുന്ന രീതിയിൽ ആ ബോർഡിൻ്റെ ഹീറ്റ് കറക്റ്റായിട്ട് പോകുന്ന രീതിയിലാണ് നമ്മളത് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പവർ ട്രിക്കിൻ്റെ ഒരു 5 ചാനൽ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, സ്പീക്കർ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്യൂച്ചർ അപ്ഗ്രഡേഷൻ നമ്മൾ കണക്കൂട്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ചാനൽ ബോർഡ് എന്ന് പറയുന്നത് TDA 7388 എന്ന് പറയുന്ന IC വെച്ചിട്ടുള്ള 4 ചാനൽ ആംപ്ലിഫയർ ബോർഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഏകദേശം 26 വാട്ട് പെർ ചാനൽ നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൽ നമ്മളൊരു 8 ആംപിയർ പവർ സപ്ലൈ DC കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷനുള്ള പവർ സപ്ലൈയും നമ്മൾ ഇതിൽ നിന്നാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്, AC ആണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബോർഡ്, അതായത് സബിൻ്റെ ആംപ്ലിഫയറിൻ്റെ ബോർഡ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളൊരു TTC 52001943 കോമ്പിനേഷനിലുള്ള സിംഗിൾ പെയർ ട്രാൻസിസ്റ്റർ ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 100 വാട്ട്സ് നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഹീറ്റ് സിങ്കാണ് 2 ബോർഡിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാരണം ഹീറ്റിംഗ് ഇഷ്യൂസ് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ടാണ് നമ്മളതിനെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാനിൻ്റെ സപ്പോർട്ടോടുകൂടി ഹീറ്റിംഗ് പരമാവധി കുറയ്ക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു നല്ലൊരു RC സോക്കറ്റ്, അതിലൊരു PCB യൂസ് ചെയ്ത് അതിൽ നിന്ന് വയർ എടുത്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, സെലക്ടർ സ്വിച്ചിലേക്ക് കൊടുത്തിട്ടുള്ളത്. സെലക്ടർ സ്വിച്ച് ആക്ച്വലി നമുക്ക് TV DVD അതുപോലെ USB സെലക്ഷൻ വരുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിംഗിൾ 2.1 ബോർഡാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് പ്രീ ബോർഡായിട്ട്. അതിൽ തന്നെ നമുക്കൊരു LM324 യൂസ് ചെയ്തിട്ടുള്ള ഒരു സബ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ളൊരു BT അതിൻ്റെ അകത്തുണ്ട്. അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു JRC 4558 വെച്ചിട്ടുള്ള ഒരു ഗെയിനർ, ഒരു പ്രീ ആംപ്ലിഫയർ ബോർഡും അതിൻ്റെ കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ബോർഡിൻ്റെ ഗെയിൻ നല്ല രീതിയിൽ നമുക്ക് കൂട്ടി നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത്. ഗണേഷിൻ്റെയാണ് ആക്ച്വലി ആ ബോർഡ്. പിന്നെ ഇതിൻ്റെ പ്രധാന ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് USB ആണ്. USB മൊഡ്യൂളും നമ്മൾ നല്ലൊരു ബ്രാൻഡ്, പെഗാരയുടെ ബ്രാൻഡ് USB മൊഡ്യൂളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ എന്താ പറയുക 5 വോൾട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെഗുലേറ്റർ ബോഡിയിൽ നിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മളൊരു സെപ്പറേറ്റർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹൈ ഫ്രീക്വൻസി, അൾട്രാസോണിക് ഫ്രീക്വൻസീസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫിൽട്ടർ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇത്രയും കാര്യങ്ങളുകൊണ്ട് തന്നെ ഒരുമാതിരി നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ലൈറ്റിങ്ങിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞത് ഉണ്ടായില്ല ഞാൻ. ലൈറ്റിംഗ് ആക്ച്വലി ഒരു ബ്ലൂ കളർ LED മൊഡ്യൂളാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് ലൈറ്റിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. വർക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. Die out too hard.